കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു ഡാനിഷ് നാടോടിക്കഥ കേട്ടാലോ? കഥയുടെ പേര് ഗുൽനാറും ചെന്നായിയും. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ. ഗുൽനാർ എന്ന പെൺകുട്ടി മിടുമിടുക്കിയായിരുന്നു. ആരോരുമില്ലാത്ത ഗുൽനാർ അകന്ന ബന്ധത്തിലുള്ള ഒരു അമ്മായിയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അമ്മായിക്കും ഒരു മകളുണ്ട്, റോയ. റോയ അസൂയക്കാരിയായിരുന്നു. തരം കിട്ടുമ്പോഴെല്ലാം അവൾ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത് പാവം ഗുൽനാറിന് അമ്മയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കൊടുക്കും. ഒരിക്കൽ ചന്തയിൽ നിന്ന് തിരിച്ചെത്തിയ ഉടൻ അമ്മായി രണ്ടുപേരെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ചെറുപ്പത്തിൽ കാണാതായ എൻ്റെ ചേച്ചിയെ ഞാൻ ഇന്നും കണ്ടു. നാളെ നമ്മൾ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വേഗം വാ, നമുക്ക് പോവാം. അങ്ങനെ അവർ അമ്മായിയുടെ ചേച്ചിയുടെ വീട്ടിലെത്തി. വലിയൊരു മാളികയായിരുന്നു അത്. ഇനി മുതൽ നമുക്ക് ഇവിടെ താമസിക്കാം, അമ്മായിയുടെ ചേച്ചി പറഞ്ഞു. അങ്ങനെ 3 പേരും ആ വീട്ടിൽ താമസം തുടങ്ങി. വൈകാതെ ഗുൽനാറിന് തോന്നി, വെറുതെ ഇവിടെ സുഖിച്ച് താമസിക്കുന്നത് മോശമല്ലേ? അമ്മായിയുടെ ചേച്ചിക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം. പക്ഷേ എന്തു സഹായമാണ് ചെയ്യേണ്ടത്? അതറിയാനായി ഗുൽനാർ രാത്രി അത്താഴം കഴിഞ്ഞ് ചേച്ചിയുടെ മുറിക്കടുത്തെത്തി. കൂ കൂ. മുറിക്കകത്തു നിന്ന് ഒരു ശബ്ദം. ഗുൽനാർ അകത്തേക്ക് നോക്കി. അതാ അമ്മായിയുടെ ചേച്ചി ഒരു ചെന്നായായി മാറിയിരിക്കുന്നു. മുറിയിൽ മറ്റു 2 ചെന്നായ്ക്കൾ കൂടിയുണ്ടായിരുന്നു. പുതുതായി വന്ന 3 പേരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തടിച്ചു കൊഴുത്തു. ഇപ്പോൾ തിന്നാൻ നല്ല രുചിയായിരിക്കും, ഹി 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 ഹി. ഒരു ചെന്നായ പറഞ്ഞു. 2 ദിവസം കൂടി കഴിയട്ടെ, ഇതിനേക്കാൾ രുചിയുണ്ടാകും, മറ്റൊരു ചെന്നായ പറഞ്ഞു. ഗുൽനാർ പേടിച്ചുപോയി. അവൾ വേഗം അമ്മായിയെയും റോയയെയും ഉണർത്തി. അമ്മായിയുടെ ചേച്ചി വേഷം മാറുന്ന ചെന്നായ നമ്മളെ ഭക്ഷണമാക്കാനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. റോയ അത് കേട്ട് ദേഷ്യപ്പെട്ടു. ഇവൾ അമ്മയുടെ ചേച്ചിയെ ചെന്നായെന്ന് വിളിച്ചത് കേട്ടില്ലേ, അഹങ്കാരി. അമ്മായിക്കും അതേ അഭിപ്രായമായിരുന്നു. അവർ അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. ഗുൽനാർ പിറ്റേന്ന് തന്നെ പഴയ വീട്ടിലേക്ക് മടങ്ങി. എത്ര നിർബന്ധിച്ചിട്ടും മറ്റു 2 പേരും കൂടെ വന്നില്ല. പിന്നെ ആരും അമ്മായിയെക്കുറിച്ചോ റോയയെക്കുറിച്ചോ കേട്ടിട്ട് പോലുമില്ല. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.